ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 2 വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ സീരീസാണ് ബേസിക് ഇൻട്രൊഡക്ഷൻ അബൌട്ട് പേജൻറ്റ് എന്ന് പറഞ്ഞിട്ട്. പേജൻറ്റ് എന്നൊരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ ബേസിക്കായിട്ട് നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്നോട് സംസാരിക്കാം. ഭയങ്കരമായിട്ട് ബ്രീഫായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല, ജസ്റ്റ് ചെറിയ 2-3 കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവർ നമ്മളെ മാർക്ക് ഇടുന്നത് അല്ലെങ്കിൽ അവർ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മാർക്സ് പോയിന്റ്സ് കൂടുതൽ മേടിക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യങ്ങൾ സംസാരിക്കും. അതുപോലെ തന്നെ കുറച്ച് തെറ്റിദ്ധാരണകൾ, പേഷ്യൻസിനെ പറ്റിയുള്ള കുറച്ച് തെറ്റിദ്ധാരണകളെ പറ്റി നമുക്ക് സംസാരിക്കാം. അറിയില്ല, ഇത് വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു. നേരെ മ്യൂസിക് പ്ലേ ആയി. നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. അപ്പോൾ ബേസിക്കലി പെജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബ്യൂട്ടി കോൺടെസ്റ്റ്, ബ്യൂട്ടി വിത്ത് ബ്രെയിൻ. നോട്ട് ഓൺലി ബ്യൂട്ടി വിത്ത് ബ്രെയിൻ ആണ്. ബ്യൂട്ടി ഇൻ ദ സെൻസ് നമ്മുടെ ഉള്ളിലുള്ള ബ്യൂട്ടിയാണ്, നമ്മുടെ പുറത്തുള്ള ബ്യൂട്ടി അല്ല. എല്ലാവരും ഒരേ രീതിയിൽ സൗന്ദര്യമുള്ളവരാണ്, എല്ലാവരും ഒരേ രീതിയിൽ ബ്യൂട്ടിഫുൾ ആണ്. ആർക്കും കാണാൻ കൊള്ളില്ല അങ്ങനെ ആരുമില്ല. എല്ലാവരെയും കാണാനായിട്ട് ഒരേപോലെ നല്ലതാണ്. എല്ലാവരും യുണീക്കാണ്. ഓരോരുത്തരുടേതായ ബ്യൂട്ടി, സൗന്ദര്യമുണ്ട്. ഈ കിണർ കുത്തിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും അവരൊരു ഞാനിത് പറയാത്തതാണ് നല്ലത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സൗന്ദര്യം ഉണ്ട്. അപ്പോൾ ബ്യൂട്ടി വിത്ത് ബ്രെയിൻ ആണ്. നമ്മുടെ തലയും കൂടെ ഒരേപോലെ വർക്ക് ചെയ്യണം. കാരണം പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ, നമ്മൾ ഇതുവരെ ചിന്തിക്കാത്തൊരു ക്വസ്റ്റ്യൻ ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നമ്മളോട് ചോദിക്കുമ്പോൾ അത് ക്രിയേറ്റീവായിട്ട്, അതിന് പ്രോപ്പറായിട്ട്, അതിനെന്താ പറയുക, കറക്റ്റായിട്ട് മണ്ടത്തരം പറയാണ്ട് കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞ്, കറക്റ്റ് ഇൻ ദ സെൻസ് പ്രോപ്പറായിട്ടുള്ളൊരു ആൻസർ പറഞ്ഞ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല, കറക്റ്റ് ആൻസേഴ്സ് ഇല്ല. സോ മോസ്റ്റ്ലി ഒരു ക്രിയേറ്റീവായിട്ട് പ്രസൻസ് ഓഫ് മൈൻഡിൽ ആൻസർ പറയാൻ പറ്റണം. അതാണ് ബ്യൂട്ടി വിത്ത് ബ്രെയിൻസ് എന്ന് ബ്യൂട്ടി പേജൻസിനെ പറയുന്നത്. സോ ബേസിക്കലി ബ്യൂട്ടി പേജൻസിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഏത് പേജൻറ്റിലാണെങ്കിലും ഒരേപോലെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഫിനാലെ ഡേക്ക് ഞാൻ പറയാം. ഫിനാലെ ഡേക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്: ഒന്ന് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, പിന്നെ ക്വസ്റ്റൻ ആൻസർ സെക്ഷൻ ഉണ്ടാവും, ആൻഡ് ലാസ്റ്റ് റൗണ്ട് ഓഫ് ക്വസ്റ്റൻ എയർ ഉണ്ടാവും. അത് കൂടാണ്ട് ട്രെയിനിങ്, ഗ്രൂമിംഗ് ടൈമിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഗ്രൂമിംഗ് സെഷൻസ് ഉണ്ടാവും, റാമ്പ് വോക്ക് ട്രെയിനിങ് ഉണ്ടാവും, ടാലന്റ് റൗണ്ട് ഉണ്ടാവും, ഫോട്ടോഷൂട്ട്സ് കാര്യങ്ങളുണ്ടാവും. കുറച്ചും കൂടെ വലിയ പേജൻട്രി ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് കുറച്ചധികം എന്തെങ്കിലും ഇൻ്റർവ്യൂസ് ഉണ്ടാവും. മെയിനായിട്ട് പേജൻറ്റിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇൻ്റർവ്യൂസ്. നമുക്ക് പർട്ടിക്കുലർലി ഒരു ജഡ്ജായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യും. ആൻഡ് അവർക്ക് ഇൻ്റർവ്യൂ പോയിന്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആ ടൈം ഇറ്റ്സ് വെരി ക്രൂഷ്യൽ. ബിക്കോസ് പുറത്തുനിന്ന് കാണുന്ന അല്ലാണ്ട് നമ്മൾ എന്താ എന്ന് ഇൻ പേഴ്സൺ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന ഒരു ടൈമാണ് ഇൻ്റർവ്യൂ. സോ ഇറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. നല്ല രീതിക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകേണ്ട ഒരു സെഷനാണ് ഇൻ്റർവ്യൂ. സോ അപ്പോൾ ഇൻ്റർവ്യൂ സെഷൻസ് ഉണ്ടാവും. അതുകൂടാണ്ട് നമുക്ക് ട്രാവൽ ഉണ്ടാവും പല സ്ഥലങ്ങളിൽ. ഇപ്പം മിസ് ഇന്ത്യ, ഇപ്പോൾ ഫെമിന മിസ് ഇന്ത്യ പോലത്തെ പേജൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ട്രാവൽ ഉണ്ടാവും. പർട്ടിക്കുലർ ഇപ്പോൾ നടക്കുന്ന സ്ഥലത്തെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങൾ മോസ്റ്റ്ലി എല്ലാ പേജൻട്രിയിലും എല്ലാ പേജൻറ്റ് ഷോസിലും ഒരേപോലെ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. ഇൻട്രൊഡക്ഷൻ, ക്വസ്റ്റൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരേപോലെ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൂടാണ്ട് റാമ്പിൽ നമുക്ക് മാർക്ക് വരുന്ന അല്ലെങ്കിൽ ജഡ്ജസ് നോക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് റാമ്പ് വോക്ക് നമ്മൾ നോക്കും. സെക്കൻഡ് തിങ് പ്രസൻസ് ഓഫ് മൈൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് പ്രസൻസ് ഓഫ് മൈൻഡ് വച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള ആൻസർ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റണം. ആ കൊടുക്കുന്ന ആൻസർ പൊട്ടത്തരമാണെങ്കിൽ പോലും, ഞാൻ പിന്നെയും പറയുവാണ്, ആൻസർ പൊട്ടത്തരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും അത് ശരിയാണ് എന്ന് വിശ്വസിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ ഡെലിവറി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് അതാണ് ആക്ച്വലി അവർ നോക്കുന്നത്. നമ്മുടെ കോൺഫിഡൻസ് ആണ് ആക്ച്വലി ജഡ്ജസ് നോക്കുന്നത്. അടുത്തത് ഹൗ യു ക്യാരി യുവർ ഔട്ട്ഫിറ്റ്. നമുക്ക് തന്നേക്കുന്ന ഔട്ട്ഫിറ്റ് നമ്മൾ എങ്ങനെയാണ് റാമ്പിൽ ക്യാരി ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനുള്ള എന്തോ പറയാൻ മറന്നു. ഔട്ട്ഫിറ്റിന്
അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഏത് ഔട്ട്ഫിറ്റ് ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ക്യാരി ചെയ്ത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് അവർ നോക്കും. അതുകൂടാണ്ട് പ്ലസൻ്റ് ആയിട്ടിരിക്കുക. ഇപ്പോൾ മോഡലിംഗ്, റാമ്പ് വാക്കും പെജൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോഡലിങ്ങിൽ എല്ലാ ഔട്ട്ഫിറ്റ്സിലും നമ്മൾ ചിരിച്ച് നടക്കേണ്ട കാര്യമില്ല. നമ്മുടെ മോഡലിംഗ്, റാമ്പ് വാക്കിൽ നമ്മുടെ എക്സ്പ്രഷൻസ് വരേണ്ട ആവശ്യമില്ല. ആക്ച്വലി നോർമലി എക്സ്പ്രഷൻസ് വരണ്ട. ഇവിടെ സെയിം എക്സ്പ്രഷനായിട്ട് വേണം റാമ്പ് ചെയ്യാനായിട്ട്. പക്ഷെ പെജൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്രഷൻസ് വരണം. ഒരിക്കലും നമ്മൾ ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കരുത്. ചിരിച്ച് ഭയങ്കര പ്ലസൻ്റായിട്ട് നമ്മുടെ ചിരി കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഭയങ്കര പ്ലസൻറ്റ് എനർജി, ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിൽ കംപ്ലീറ്റ്ലി മാക്സിമം ചിരിച്ചിട്ട് വേണം നമ്മുടെ പെജൻട്രി സ്റ്റേജ് പ്രസൻസ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. സോ അത് ഭയങ്കരമായിട്ട് ചിന്തിച്ച് തലയിൽ ഫുൾ ടൈം വെക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ജഡ്ജസിനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് എനർജി അവർക്ക് കൊടുക്കരുത്, പോസിറ്റീവ് എനർജി കൊടുക്കുക. ബ്യൂട്ടി വിത്ത് ബ്രെയിൻ ആണ്. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പ്ലസൻ്റ് ആയിട്ട് വേണം സ്റ്റേജിൽ അപ്പിയർ ചെയ്യാം. ഇത് റാമ്പിൻ്റെ ടൈമിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അത് കൂടാണ്ട് ത്രൂ ഔട്ട് ഗ്രൂമിങ് ടൈമിലും റാമ്പിലാണെങ്കിലും എപ്പോഴാണെങ്കിലും ഡേ 1, അതായത് ഗ്രൂമിങ് ഡേ 1 അല്ല, നമ്മൾ ഒരു പേഷ്യൻറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തീരുമാനിച്ച് രജിസ്റ്റർ ചെയ്ത് അന്ന് മുതൽ ഫിനാലെ കഴിയുന്നവരെ, അതായത് ഫിനാലെ കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് മുമ്പോട്ട് എടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ക്യാരക്ടർ. നമ്മുടെ ക്യാരക്ടർ എന്താപ്പം അതിന് എക്സാമ്പിളായിട്ട് ഞാൻ പറയുക? ഫോർ എക്സാമ്പിൾ, നല്ല ഒരു ഹൃദയത്തിനുടനായിരിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? നമ്മുടെ ക്യാരക്ടർ നല്ലതായിരിക്കണം. ഇൻ ദ സെൻസ് മറ്റുള്ളവരൊരു പ്രശ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി വേണം. ഇപ്പം നമ്മുടെ കണ്ടസ്റ്റന്റിന് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള അതൊക്കെ ഒരു എക്സാമ്പിളാണ്. മെൻറ്റാലിറ്റി വേണം. അതെല്ലാം അപ്പോൾ നമ്മളൊരു സിറ്റുവേഷനിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, അതെല്ലാം അവർ ജഡ്ജസ് അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെൻറ്റ് ടീം അതെല്ലാം നോട്ട് ചെയ്യും. നമ്മൾ പല പെജൻട്രിയിൽ കണ്ടിട്ടുണ്ടാവും. ഇപ്പം കണ്ടസ്റ്റൻ്റ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കൂടെ പോവാണ്, അവർ വീഴുന്നു, ഹെൽപ്പ് ചെയ്യാണ്ട് പോകുന്നവരെയും കണ്ടിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്ത് പോകുന്നവരെയും കണ്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും നല്ലത് മാത്രം ആഗ്രഹിക്കുക. സോ അത് പുറത്തോട്ട് കാണില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് അത് ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. ആ ഒരു നെഗറ്റീവ് എനർജി ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യും. സോ ഓൾവേസ് പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യാനായിട്ട് നോക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതൊരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി വേണം. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ജഡ്ജസ് നോക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഒരു 100% ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് പങ്ക്ച്വാലിറ്റി. 10 മണിക്ക് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 9:55 അവിടെ എത്തി നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഒരിക്കലും 10 മണി കഴിഞ്ഞ് 1 മിനിറ്റ് പോലും ലേറ്റായി എത്താണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് പങ്ക്ച്വാലിറ്റി. ബിക്കോസ് നമ്മൾ ഈ പെജൻറ്റിൽ ജയിക്കാതിരിക്കുകയോ വാട്ട് എവർ, മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷനാണ് നമ്മൾ. സോ നമ്മൾ കറക്റ്റ് ടൈമിൽ എത്താണ്ടിരിക്കുക, നമ്മൾ നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരും അതിൽ നിന്നാണ് ഇൻസ്പയർഡ് ആവുന്നത്. സോ എപ്പോഴും ആ രീതിയിൽ നമ്മൾ മറ്റുള്ളവർക്കുള്ള ഇൻസ്പിറേഷനാണ്, മറ്റുള്ളവർ നമ്മൾ കാണും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുക. എന്ന് പറഞ്ഞിട്ട് ഫേക്ക് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. മാക്സിമം പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യാൻ നോക്കുക, പങ്ക്ച്വൽ ആവാൻ നോക്കുക, കറക്റ്റ് ടൈമിൽ കറക്റ്റ് ടൈമിൽ പറ്റുമെങ്കിൽ ഒരു 5-10 മിനിറ്റ് മുമ്പെത്താൻ നോക്കുക. പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി, എല്ലാ കാര്യത്തിലും ക്രിയേറ്റിവിറ്റി. അത് മേക്കപ്പ് ആണെങ്കിലും ഹെയർ ആണെങ്കിലും നമ്മുടെ തോട്ട്സ് ആണെങ്കിലും നമ്മൾ ഔട്ട്ഫിറ്റ് ആണെങ്കിലും നമ്മൾ ഔട്ട്ഫിറ്റ് ക്യാരി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഔട്ട്ഫിറ്റിന് ജസ്റ്റിസ് കൊടുക്കുന്നതാണെങ്കിലും എല്ലാം ക്രിയേറ്റീവായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും ടീം മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ടാലൻറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്തോരം എഫേർട്ട് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ടാലൻറ്റിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ടാലൻറ്റിൽ നമ്മൾ എത്ര കൺസിസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ ഡാൻസറാണെങ്കിൽ നമ്മൾ എത്ര കൺസിസ്റ്റൻ്റ് ആണ് അതിൽ. ഈ കാര്യങ്ങളെല്ലാം അവർ ശ്രദ്ധിക്കും. ഇപ്പോൾ ഡാൻസറാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ അവരുടെ എക്സ്പ്രഷൻസ് എത്ര എക്സ്പ്രസീവാണ്, ഇതെല്ലാം ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. സോ നമ്മുടെ ടാലൻറ്റ് എന്തായാലും ശ്രദ്ധിക്കും. അതുപോലെ തന്നെ നമ്മുടെ റാമ്പ് വാക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കും. കാരണം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലൊന്നാണ് റാമ്പ് വാക്ക്. പിന്നെ നമ്മുടെ കോൺഫിഡൻസ്, ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റേജിൽ കോൺഫിഡൻസ് ശ്രദ്ധിക്കുന്നു.
സ്റ്റേജിലല്ലെങ്കിൽ പോലും പുറത്തും നമ്മൾ എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് നമ്മളെ തന്നെ ക്യാരി ചെയ്യുന്നതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് എല്ലാവരും ശ്രദ്ധിക്കും. മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് നമുക്ക് തോന്നിയാൽ പോലും മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും. സോ അതെപ്പോഴും മൈൻഡിൽ വയ്ക്കുക. അതുപോലെ നമ്മുടെ ഫിറ്റ്നസ് നോക്കും, ഹെൽത്ത് നോക്കും, നമ്മുടെ ഫ്ലെക്സിബിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ ശ്രദ്ധിക്കും. കാരണം അവർ നമ്മളെ കാണുവാണ്, എല്ലാ ദിവസവും ഫുൾ ടൈം നമ്മൾ അവരുടെ കൂടെയാണ്, അവർ നമ്മൾ കാണുവാണ്. സോ അവർക്ക് എന്തായാലും അവർ ശ്രദ്ധിക്കുകയും ചെയ്യും. അവരതിന് വേണ്ടിയിട്ട് എന്താ പറയുക, അവർക്കതറിയാം. അവർ കുറച്ച് നാളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ജഡ്ജസ് ആണെങ്കിലും ഗ്രൂമേഴ്സ് ആണെങ്കിലും. സോ അവർക്കറിയാം, അവരത് ശ്രദ്ധിക്കും. ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. ഫിസിക്കലി ഫിറ്റ് ഇൻ ദ സെൻസ് മറ്റേ 0 സൈസ് അല്ലെങ്കിൽ പെർഫെക്റ്റ് സൈസ് അതല്ല ഞാൻ പറയുന്നത്. ഹെൽത്തി ആയിട്ടിരിക്കുക. ഫിസിക്കലി ഫിറ്റ് ഇൻ ദ സെൻസ് ഹെൽത്തി ആയിട്ടിരിക്കുക. അസുഖം ഇപ്പോൾ വെയിറ്റ് കുറവാണെങ്കിലും, ഞാൻ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ ഞാൻ ഹെൽത്തിയാണ്. അധികം അസുഖങ്ങളൊന്നും വരാണ്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്. നമ്മളിപ്പോൾ ഫിനാലയുടെ അന്നാണെങ്കിലും അല്ലാണ്ട് ഗ്രൂമിങ് സെക്ഷൻസ് ആണെങ്കിലും ഇപ്പോൾ ഫിനാലയുടെ അന്നത്തെ എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ആണെങ്കിലും എല്ലാം നമ്മളൊരു പബ്ലിക്കിൻ്റെ മുമ്പിൽ എത്ര പേരുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും വളരെയധികം ആൾക്കാർ നോർമലി എല്ലാ പേജന്റ് ഷോസിനും ഉണ്ടാവാറുണ്ട്. സോ അവരുടെ മുമ്പിൽ നമ്മൾ സംസാരിക്കണം. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. മെയിൻ കാര്യം നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. നമ്മൾ കോൺഫിഡൻ്റ്ലി ആയിരിക്കണം ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കുന്നത്. നമുക്ക് ടെൻഷൻ, ചില ആൾക്കാരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ടെൻഷൻ വരും. സോ നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് അവർ നല്ല രീതിയിൽ മെഷർ ചെയ്യും. അതിനുള്ള ഗ്രൂമിങ്ങും നമുക്ക് അവിടെ നിന്ന് തരും. എല്ലാ പേജന്റ് ഷോസിനും നമുക്ക് ഒരു ക്രൗഡിന് മുമ്പിൽ നിന്ന് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് എന്നവർ നമുക്ക് പഠിപ്പിച്ചു തരും. സോ ഇതൊക്കെയാണ് മെയിൻലി ഔട്ട് ഓഫ് സ്റ്റേജ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അവർ മെഷർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അത് കൂടാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം നോക്കേണ്ടത് ഇൻ്റർവ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇൻ്റർവ്യൂ. അപ്പോൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനിൽ എന്താണ് മെയിനായിട്ട് മൈൻഡിൽ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പെജൻറ്റിനും പർട്ടിക്കുലർലി അവരുടേതായിട്ടുള്ളൊരു മിഷനും ഒരു വാല്യൂ ഉണ്ടാവും. സോ അത് എന്താണെന്ന് നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് മനസ്സിലാക്കി ആ രീതിയിൽ ആൻസേഴ്സ് പറയാനായിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ആവുക. നമ്മൾ എന്താണോ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയുന്നത് അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ബിക്കോസ് എന്തെങ്കിലും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളോ നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇൻട്രൊഡക്ഷനിൽ പറയുവാണെങ്കിൽ, അത് ഇൻ്റർവ്യൂവിൻ്റെ ഇടയിലാണെങ്കിലും ഫിനാലയുടെ ഇടയിലാണെങ്കിലും നമുക്കതിനകത്ത് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ പറയുക, എന്തെങ്കിലും നമ്മളായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യം നമ്മളിങ്ങനെ പറയുവാണ്, നമ്മളത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിൻ്റെ അകത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ആൻസർ ചെയ്യാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. സോ ആ രീതിയിൽ ഒരിക്കലും പറയാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ പറ്റിയാണ് പറയേണ്ടത്. അവർ അതിനെപ്പറ്റി എത്ര കൗണ്ടർ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് അതിന് പ്രോപ്പറായിട്ടുള്ള ആൻസർ പറയാനായിട്ട് ഉണ്ടാവണം. സോ അങ്ങനത്തെ രീതിയിൽ ഇൻട്രൊഡക്ഷനും ഇൻ്റർവ്യൂവിനും പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട് പേജൻറ്റിനെ പറ്റി. പേജൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ മെലിഞ്ഞ ആൾക്കാരായിരിക്കണം. പ്ലസ് സൈസ് ഉള്ള ആൾക്കാർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഭയങ്കരമായ തെറ്റിദ്ധാരണയുണ്ട്. അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെയല്ല, മെലിഞ്ഞിരുന്നാൽ മാത്രമേ പേജൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഇല്ല. ആർക്ക് വേണമെങ്കിലും, ഏത് ബോഡി ഷേപ്പുള്ള ആൾക്കാണ് പേജൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ലാസ്റ്റ് മിസ് യൂണിവേഴ്സ് അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ്. പാകിസ്ഥാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു മിസ് യൂണിവേഴ്സിൽ. അവരുടെ തട്ടിട്ടിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. സോ ഒരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും ആ കാര്യത്തിലില്ല. പിന്നെ ഹൈറ്റ് ക്രൈറ്റീരിയ പറയുന്നത്, കുറേ പേജൻട്രിയിൽ ക്രൈറ്റീരിയയിൽ ഹൈറ്റ് വരുന്നുണ്ട്, കുറേ സ്ഥലത്ത് ഹൈറ്റ് വരുന്നില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ മാനേജ്മെൻ്റ് ആണ്. അതിൽ എനിക്ക് കമൻറ്റ് ചെയ്യാനില്ല, ബിക്കോസ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാനേജ്മെൻ്റ് ആണ്. മോസ്റ്റ്ലി എല്ലാ പേജൻസിലും ബേസിക് ഒരു 5.1 ഒക്കെയാണ് ബേസിക്. എല്ലാവരുടെയും നോർമൽ ഹൈറ്റ് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. നെക്സ്റ്റ്, ലാംഗ്വേജ് ബാരിയർ ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഇംഗ്ലീഷിൽ മാത്രമാണോ ആൻസർ പറയാൻ പാടുള്ളൂ?
അങ്ങനെ ഭയങ്കരമായൊരു തെറ്റിദ്ധാരണ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തുമില്ല. നമ്മളിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ പേജൻറ്റ്, ഇപ്പോൾ അമേരിക്കയിൽ പോയിട്ടാണെങ്കിലും കാനഡയിൽ പോയിട്ടാണെങ്കിലും എവിടെ പോയിട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ദർ ഈസ് നോ ലാംഗ്വേജ് ബാരിയർ ഇൻ പേജൻട്രി. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ നമ്മുടെ ആൻസർ പറയാം. ചില ആൾക്കാർക്കുണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള ആൻസർ നമ്മുടെ മാതൃഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാലേ പ്രോപ്പറായിട്ട് അവർക്കത് എക്സ്പ്രസ് ചെയ്ത് ആൻസർ പറയാൻ പറ്റുള്ളൂ. സോ ആർക്ക് വേണമെങ്കിലും ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ആൻസർ പറയാം, ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ പേജൻട്രിയിൽ. ഇപ്പോൾ നമ്മുടെ ജഡ്ജസിന് ഇപ്പോൾ നമുക്ക് മലയാളം തന്നെ എടുക്കാം. ജഡ്ജസ് ഇപ്പോൾ നമ്മൾ നോർത്ത് ചെന്നിട്ട് ഒരു പേജൻറ്റ് അറ്റൻഡ് ചെയ്യുവാണ്. ജഡ്ജസിന് മലയാളം അറിയില്ല, പക്ഷെ നമുക്ക് മലയാളത്തിൽ ആൻസർ പറയണമെങ്കിൽ ആദ്യം പൊളൈറ്റ്ലി നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. ആദ്യം തന്നെ ഞാൻ മലയാളത്തിൽ ആൻസർ പറയുള്ളൂ എന്ന് പറയാൻ പാടില്ല. പൊളൈറ്റായിട്ടിരിക്കും, എപ്പോഴും പൊളൈറ്റായിട്ടിരിക്കുക. പൊളൈറ്റ്ലി അവരോട് നമുക്ക് ചോദിക്കാം, ഞാൻ ആൻസർ എൻ്റെ മദർ ടങ്ങിൽ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ആൻസർ മലയാളത്തിൽ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും നമ്മുടെ അടുത്ത് പറഞ്ഞോളാനേ പറയത്തുള്ളൂ. കാരണം ദർ ഈസ് നോ ലാംഗ്വേജ് ബാരിയർ ഇൻ പേജൻട്രി. അതുപോലെ തന്നെ അവർക്കപ്പം നമ്മുടെ മലയാളം മനസ്സിലാവില്ല. അപ്പം എന്താ ചെയ്യുക? ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് ട്രാൻസ്ലേറ്റർ ആരെങ്കിലും റെഡിയാക്കി വെക്കുക. അല്ലെങ്കിൽ അങ്ങനെ ആരെയും റെഡിയാക്കി വെച്ചിട്ടില്ല എങ്കിൽ നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് ചോദിക്കാം, കുഡ് യു പ്രൊവൈഡ് മീ എ ട്രാൻസ്ലേറ്റർ ഫോർ ദി സീറ്റ്, ട്രാൻസ്ലേറ്ററിന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അതും അവരുടെ കയ്യിൽ ആരും ഇല്ലെങ്കിൽ നമുക്ക് ഓഡിയൻസിൻ്റെ അടുത്ത് ചോദിക്കാം, ആർക്കെങ്കിലും ഞാൻ പറയുന്നത് ഒന്ന് ജഡ്ജസിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുമോ, സഹായിക്കാൻ പറ്റുമോ എന്ന് പൊളൈറ്റ്ലി ചോദിക്കാം. ആരെങ്കിലും നമ്മൾ സഹായിക്കാനായിട്ട് വരും. സോ ആ രീതിയിൽ നമുക്ക് പറയാനുള്ളത് ഏത് ലാംഗ്വേജിലാണെങ്കിലും നമുക്ക് സംസാരിക്കാം. ദർ ഈസ് നോ ലാംഗ്വേജ് ബാരിയർ ഇൻ പേജൻട്രി. അടുത്തത് മെയിനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോവോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊട്ടത്തരമാണെങ്കിലും കോൺഫിഡൻ്റ് ആയിട്ട് പറയുക. നമ്മൾ പൊട്ടത്തരമാണ് പറയണേ, ഞാനിങ്ങനെ പറഞ്ഞുതരാൻ പാടില്ല. എന്തായാലും നമ്മൾ പൊട്ടത്തരമാണ് പറയുന്നത് എങ്കിലും ജഡ്ജസിനത് തോന്നരുത് നമ്മൾ പൊട്ടത്തരമാണ് പറയുന്നത് എന്നുള്ളത്. അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുക, കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞ് നമ്മൾ പറയുന്നത് കറക്റ്റാണ് എന്നുള്ള രീതിയിൽ തന്നെ പറയാം. അതുപോലെ തന്നെ പേജൻറ്റിൽ പറയുകയാണെങ്കിൽ ദർ ഈസ് നോ റോങ് ആൻസർ ഇൻ പേജൻറ്റ്, എവ്രി ആൻസർ ഇൻ പേജൻറ്റ് ഈസ് റൈറ്റ്. അതായത് പേജൻറ്റിൽ ഒരു തെറ്റുത്തരവും ഇല്ല, എല്ലാ ആൻസറും പേജൻറ്റിൽ കറക്റ്റ് ആൻസറാണ്. ബിക്കോസ് എല്ലാ ക്വസ്റ്റ്യനും പേജൻറ്റിൽ ചോദിക്കുന്ന ഇൻ യുവർ ഒപ്പീനിയൻ, അല്ലെങ്കിൽ വാട്ട് ഡു യു തിങ്ക്, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ. സോ നമ്മൾ എന്ത് ആൻസർ പറയുകയാണെങ്കിലും അവർ ചോദിക്കുന്നത് നമ്മുടെ ഒപ്പീനിയനിൽ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് എപ്പോൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞാലും ഇൻ മൈ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഐ തിങ്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ പറയാൻ പറ്റുള്ളൂ ആ ക്വസ്റ്റ്യനുകളിൽ. സോ നമ്മളത് എന്ത് ആൻസർ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഒപ്പീനിയനാണ് പറയുന്നത്. നമ്മുടെ ഒപ്പീനിയൻ ഒരിക്കലും മറ്റുള്ളവരുടെ ഒപ്പീനിയനായിട്ട് മാച്ച് ആവണമെന്നില്ല. സോ നമ്മുടെ ഒപ്പീനിയൻ പറയുമ്പോൾ അത് തെറ്റുമല്ല. സോ നമ്മുടെ ഒപ്പീനിയൻ നമ്മുടെ ശരിയാണ്, അല്ലെങ്കിൽ നമുക്കറിയാവുന്നത് വെച്ചിട്ട് അത് ശരിയാണ്. സോ ഒരിക്കലും പേജൻറ്റിൽ ഒരു തെറ്റ് ആൻസർ ഇല്ല. എന്ത് ആൻസർ ആണെങ്കിലും അത് കറക്റ്റാണ്. അത് എത്ര നല്ല രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്ര പ്രോപ്പറായിട്ട് ജഡ്ജിന് വേണ്ട രീതിയിൽ എത്ര അടുത്തോട്ട് കൊണ്ടുവന്ന് വെച്ച് എത്ര ക്ലോസ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, അത്ര ചാൻസസ് ആണ് നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടാനായിട്ട്. സോ ഒരാൻസറും തെറ്റില്ല. നിങ്ങളുടെ ഒപ്പീനിയനാണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ ആ പ്രസൻസ് ഓഫ് മൈൻഡിൽ പ്രോപ്പറായിട്ട് ആൻസർ പറയാനായിട്ട് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പ്ലസൻ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും സുഖമായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പേജൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ടൈം എഫേർട്ട് ഇടേണ്ട ഒരു കാര്യമാണ് കറണ്ട് അഫെയർസ്. കാരണം നമ്മുടെ ക്വസ്റ്റൻ ആൻസർ സെഷനിൽ എന്ത് ക്വസ്റ്റനാണ് ചോദിക്കാൻ പോകുന്നത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല, എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ കറണ്ട് അഫെയർസ് ഇപ്പം കുറച്ച് നടക്കുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സ്, എന്തെങ്കിലും ഇൻ്റർനാഷണൽ അഫെയർസ്, എന്തെങ്കിലും കറണ്ട് അഫെയർസിൽ നല്ല രീതിയിലുള്ള പ്രോപ്പർ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ജഡ്ജസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ അവർ ചോദിക്കാൻ ചാൻസസ് കറണ്ട് അഫെയർസ് ആണ് ചോദിക്കാൻ ചാൻസസ്. പിന്നെ ചോദിക്കാൻ ചാൻസസ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന എടുത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. അല്ലെങ്കിൽ
നമ്മുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കും. എൻ്റെ അടുത്ത് മിസ് കേരളയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എൻ്റെ ബിഗ്ഗസ്റ്റ് ഫിയർ ആയിരുന്നു. ആൻഡ് ഞാൻ അതിനെ ഓവർകം ചെയ്യാനായിട്ട് എന്ത് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. സോ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ സമയത്ത് എൻ്റെ ലൈഫിൽ കുറച്ച് പാസ്റ്റ് ട്രോമാസ് ഉണ്ടായിട്ടുണ്ട്. സോ അതെല്ലാം കൂടെ എൻ്റെ തലയിലോട്ട് വന്നു. അപ്പം ഞാൻ ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തു. എൻ്റെ മുകളിൽ അതിന് ജയിക്കാനായിട്ട് ഞാൻ സമ്മതിച്ചു. സോ കംപ്ലീറ്റ്ലി ഞാൻ ബ്ലാക്ക് ഔട്ടായി. എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസർ അവിടെ കൊടുക്കാനായിട്ട് പറ്റിയില്ല. സ്റ്റിൽ ഞാൻ എൻ്റെ 100% ഇട്ടു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. പക്ഷെ എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസർ കൊടുക്കാനായിട്ട് പറ്റിയില്ല. ജഡ്ജസിന് വേണ്ട ഒരു ആൻസർ കൊടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. ബിക്കോസ് ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ മൈൻഡിൽ നിന്നെല്ലാം പോയി. സോ ആ ഒരു സിറ്റുവേഷൻ വരാണ്ടിരിക്കാനായിട്ട് ട്രൈ ചെയ്യുക. കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിലോട്ട് വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ പെജൻറ്റിലുള്ളത്. ഇതൊക്കെയാണ് കുറച്ച് ബേസിക് തിങ്സ്. പെജൻറ്റിലോട്ട് പോണേക്കാൾ മുന്നേ, ഒരു കോമ്പറ്റീഷനിലോട്ട് പോകുന്നതിനൊക്കെ മുമ്പ് കുട്ടികൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സ്, ഇൻട്രൊഡക്ഷൻ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക, കറണ്ട് അഫയേഴ്സിന് നോളജ് ഉണ്ടാവുക, ഫിറ്റ്നസ്സും കാര്യങ്ങളും ഹെൽത്തും കാര്യങ്ങളെല്ലാം നോക്കുക. പറ്റുമെങ്കിൽ വോക്ക് ട്രെയിനിങ് വന്നെടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. നമ്മുടെ സൈഡ്, നമ്മുടെ എന്താ പറയുക, അതിനെന്താ പറയുന്നത്, നമ്മുടെ ഏത് സൈഡാണ് ബെറ്റർ എന്ന് നോക്കുക. ആ രീതിയിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ക്യാമറ ഫേസിങ് സൈഡ് ഏതാണെന്ന് നോക്കുക. പിന്നെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതിനൊന്നും ചെയ്യണ്ട, കണ്ണടയിൽ നോക്കി സംസാരിച്ചാൽ മാത്രം മതി. ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ടെൻഷൻ ഇല്ലാണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, നമ്മുടെ ക്യാരക്ടർ, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എവറിത്തിങ്, പങ്ക്ച്വാലിറ്റി, ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. കുറച്ച് ടൈം എടുത്ത് നമ്മളത് എന്താ പറയുക, ട്രൈ ചെയ്ത് നമ്മുടെ ഡെയിലി ലൈഫിലോട്ട് ഇൻക്ലൂഡ് ചെയ്ത് അതൊരു ഹാബിറ്റാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളതൊരു ഹാബിറ്റാക്കി എടുത്ത് ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ത്രൂ ഔട്ട് ലൈഫിൽ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരിക്കലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ഇതിൽ നിന്ന് കിട്ടില്ല. ത്രൂ ഔട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അത്രയൊക്കെ ഉള്ളൂ. ബേസിക് കാര്യങ്ങൾ പേജൻറ്റിലോട്ട് കയറുന്നേക്കും പറയേണ്ട ബേസിക് കാര്യങ്ങളാണ്. അപ്പം ഞാൻ 3 സീരീസായിട്ട് മിസ് കേരള, മിസ് ഏഷ്യ ആൻഡ് ബേസിക് തിങ്സ് അബൌട്ട് പേജൻട്രി കവർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. കമൻറ്റ് ബോക്സിലോ, നമ്പറുള്ളവർ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം DM-ലോ മെസ്സേജ് ചെയ്ത് ചോദിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ റെഡിയാണ്. എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഞാൻ കൊടുത്തേക്കാം, നന്ദന നായർ എന്നാണ്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.